ഹലോ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 4 മണിക്ക് കണ്ണൂർ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ഓട്ടോ പിടിച്ച് ഞാൻ പോയത് എൻ്റെ സ്റ്റേ കണ്ണൂർ ഗസ്റ്റ് ഹൗസിലാണ്. സോ അനീഷ് ബ്രോയുടെ കെയർ ഓഫിലാണ് ഈ ഒരു സ്റ്റേ എനിക്ക് കിട്ടിയത്. അങ്ങനെ കിടന്നുറങ്ങി രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞാൻ എണീറ്റു. എന്നിട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ആ ഭംഗിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് അവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ നേരെ ഫ്രഷ് ആകാനായിട്ട് പോയി. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് നേരെ കൊട്ടിയൂർ അമ്പലത്തിലോട്ടാണ്. മെയ് 23 മുതലാണ് കൊട്ടിയൂർ അമ്പലത്തിൽ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. സോ അത് പ്രമാണിച്ചാണ് ഞാനവിടെ ചെന്നത്. പക്ഷെ ചെന്നപ്പോൾ തന്നെ അധികം ആരുമില്ല. ഒരു കച്ചവടക്കാരും ഒന്നും തന്നെ ഇല്ല. അപ്പം മനസ്സിലായി പബ്ലിക്കിന് അലൗഡ് അല്ല എന്നുള്ളത്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 29-ാം തീയതി മുതലാണ് പബ്ലിക്കിന് അലൗഡ് ആയിട്ടുള്ളത്. 30-ാം തീയതി മുതൽ സ്ത്രീകൾക്കും. അങ്ങനെ ഞങ്ങൾക്ക് അക്കരെ കൊട്ടിയൂർ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഇക്കരെ കൊട്ടിയൂർ വന്നിട്ട് അമ്പലത്തിൽ കയറി തൊഴുത് എന്തായാലും കുറച്ച് സമയം ബാലൻസ് ഉണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാന്ന് മനസ്സിൽ കരുതി. എന്തായാലും ഒരു പ്രാവശ്യം കൂടെ പബ്ലിക്കിന് അലൗഡ് ആകുമ്പോൾ വരണമെന്ന് ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ കുറിച്ചിട്ടു. അങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് 10 കിലോമീറ്റർ മാറിയിട്ടാണ് അറകുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് മാക്സിമം പോയിന്റ് വരെ ചെല്ലാനും പറ്റും. ഒപ്പം ഒരു ഗൈഡും ഉണ്ടാവും. തൊട്ടടുത്തൂടെ ഒരു പുഴയും ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ പേര് പറയുന്നത് ചീങ്കണ്ണി പുഴ എന്നാണ്. സോ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഈ ഫോറസ്റ്റിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാര്യം പ്രത്യേക രസമുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വൈൽഡ് ലൈഫ് പോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഒപ്പം ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ഗൈഡ് പറഞ്ഞത് വൈൽഡ് ലൈഫ് ആയിട്ടുള്ള അനിമൽസിനെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ പക്ഷേ മലയാളനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ കാട്ടാന വരാറുണ്ട്, കടുവ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറേ നാൾ മുമ്പാണ്. അപ്പോൾ റീസെൻ്റ്ലി അങ്ങനത്തെ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായില്ല എന്നാണ് ഗൈഡ് പറഞ്ഞത്. പക്ഷെ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പുഴ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഭയങ്കര ആകാംക്ഷയായി ശരിക്കും. കാര്യം പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒഴുക്കൊന്നും ഇല്ലാത്തൊരു പുഴയാണ്. വെറുതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നേക്കുകയാണ്. അല്ലാതെ ഒരുപാട് വെള്ളമൊന്നുമില്ല. കാര്യം മഴയൊന്നും പെയ്തില്ലല്ലോ. അപ്പോൾ വരുന്ന എല്ലാവരും തന്നെ ആ പുഴയിലോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെല്ലാനും പറ്റും. അതും ഒരു പ്രത്യേക രസം തന്നെയാണ് കാണാനായിട്ട്. സോ അതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലോട്ട് വരുന്ന എല്ലാവർക്കും തന്നെ സമയമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോസിലും വീഡിയോസിലും കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരുപാട് മീനുകളുണ്ട് കുളത്തിൽ. നമ്മൾ അക്യൂറത്തി കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ആണ് ഈ ഒരു പുഴയിൽ ഞാൻ കണ്ടത്. പിന്നെ ഇവിടെ ഒരു ഒരു ഹട്ട് ഹൗസ് പോലെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കയറിയാൽ ഒരു പ്രത്യേക ഒരു വ്യൂ തന്നെയായിരുന്നു. അപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ആയി. ഇടിയും വെട്ടി തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇതാണ് നമ്മുടെ ഗൈഡ്, പേര് ആദിത്യ. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞാനങ്ങ് നേരെ പയ്യമ്പലം ബീച്ചിലോട്ട് വന്നു. ഒരു അടിപൊളി ബീച്ചാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കൊണ്ട് എനിക്ക് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കല്ലറകളും സ്മാരക മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കെല്ലാം അറിയുന്ന ആൾക്കാരുടെയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. എല്ലാം അറിയുന്ന ആൾക്കാരുടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു പ്ലേസ് ആണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അവിടെയുള്ള എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ ബീച്ചിൻ്റെ വ്യൂ പോയിന്റ് പറയും വേണ്ട. എസ്പെഷ്യലി ഞാൻ പോയതൊരു വൈകുന്നേര സമയമായതുകൊണ്ടും ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ട് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു. പിന്നെ ഒരു സൺഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും കുറേ പയ്യന്മാരും അങ്ങനെ എല്ലാവരും ഇങ്ങനെ കുളിക്കാനും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു നല്ല രസമായിരുന്നു. എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പാറകൾ ഇങ്ങനെ ഉണ്ട്. നമുക്ക് അതിൽ കൂടെ നടക്കാനൊക്കെ പറ്റും. യൂഷ്വലി അത്തരം സ്ഥലങ്ങൾ നടക്കുമ്പോൾ ഒരു റിസ്ക് ഫീലിംഗാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു അതുപോലെ അവർ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഈ കാണുന്ന അപ്പുറം ഇപ്പുറം നല്ല വ്യൂ ആണ് കടലിൻ്റെ. ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സൺസെറ്റ് കാണാൻ സൂപ്പറാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെയായി. വീണ്ടും ഞാനിങ്ങനെ ഗസ്റ്റ് ഹൗസിൻ്റെ ബാക്കിൽ നമ്മുടെ ബീച്ചിനോട് ചേർന്നാണ്. അതാണ് ഈ ഒരു സ്റ്റേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം തൊട്ട് ബാക്കിലെന്ന് പറയുന്നത് കടലാണ്. അവിടെ ഒരുപാട് പേര് രാവിലെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് പറശ്ശിനിക്കടവ് ടെമ്പിളിലോട്ട് പോകാനാണ്. അവിടെയും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യം പ്ലാൻ ചെയ്തത് ഫെറിയിൽ പോകാനായിരുന്നു. പക്ഷേ അവിടെ പോയപ്പോഴേക്കും ടൈം ആയിട്ടില്ല. വീണ്ടും ഒരു 1 അവർ നമ്മൾ താമസിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടൊന്നും നോക്കിയില്ല. നമ്മൾ നേരെ ഷഫീഖ് ബ്രോയുടെ കാലത്തിന് നേരെ അങ്ങോട്ട് പറശ്ശിനിക്കടവ് ടെമ്പിളിലോട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ ടെമ്പിളിലെത്തി.
ഒന്നും പറയാനില്ല. തൊട്ടടുത്ത കടകൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. പിന്നെ അമ്പലത്തിൽ കേറി. അമ്പലം ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിൽ ഞാൻ വരുന്നത്. കാര്യം ഇത്രയും നാളായിട്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിൻ്റെ ഇവിടെ തെയ്യം നടക്കുന്നൊരു സമയത്തും എനിക്ക് എന്തായാലും വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങൾ എന്തായാലും വന്നിരിക്കും. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ബോട്ട് സഫാരി ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് നമുക്ക് ബോട്ട് സഫാരിക്ക് പോകാം. പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ആവട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ പോയത് സ്നേക്ക് പാർക്കിലാണ്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. നമ്മളവിടെ ടിക്കറ്റ് എടുത്ത് കയറി. അവിടെ ഒരുപാട് അക്വേറിയംസ് ഒക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്കത് പ്രത്യേക ഇഷ്ടം തന്നെയാണ് അക്വേറിയം ഫിഷസിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ അവിടെ വീണ്ടും സ്നേക്സും, ക്രോക്കഡൈൽസും അങ്ങനെയായിട്ട് ഫുൾ നേച്ചർ വൈബായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പൊ കൂടുതലും അവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് പലതരം സ്നേക്സിനെ അവര് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. ഫാമിലിയും കുട്ടികളായിട്ട് വരുന്നവർക്കൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഈ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ മുതലകൾ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതായിരുന്നു. എന്തായാലും കണ്ണൂരത്തെ ഈ ഒരു ട്രിപ്പ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ എന്തായാലും വീണ്ടും വരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.